ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉന്നതിയിലാണ്. അത് വിദ്യാഭ്യാസ മേഖലയായിക്കൊള്ളട്ടെ, ശാസ്ത്ര സാങ്കേതിക മേഖലയായിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിലും മലയാളി ഒന്നാമത്തെ ആ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുൻപ്, ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ ജീവിത പശ്ചാത്തലം, നമ്മുടെ ഈ ദേശത്തിന്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ വളരെ ശോചനീയമാകുന്ന അനുഭവങ്ങളായിരുന്നു. അന്നൊക്കെ നമുക്ക് വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഭവനങ്ങളിൽ പലരും വളരെ ചെറ്റക്കുടിലിന്റെ അനുഭവത്തിൽ കിടന്നു നമ്മൾക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഈ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഒക്കെ ലഭിച്ചത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണമിടയാകും. അത് മാത്രമല്ല, ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ ഇടയിൽ സാക്ഷരത വളരെ കുറവായിരുന്നു. സാക്ഷരതയിൽ പിന്നോക്കം നിന്നിരുന്ന മലയാളി, എന്നാൽ ഈ കാലഘട്ടം നമ്മളത് എടുത്തു പരിശോധിച്ചാൽ ഈ 2026 മറ്റു സംസ്ഥാനങ്ങളിലേക്കാൾ വിഭിന്നമായി കേരളം 100% സാക്ഷരത നേടിയ ഒരു പ്രബുദ്ധരായ ജനവിഭാഗം വസിക്കുന്ന ഒരു ദേശമായി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയാകും. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം എല്ലാ മേഖലകളിലും അതിന്റെ ഔന്നത്യം, അതിന്റെ നേടിയെടുത്ത പണ്ടുകാലങ്ങളിൽ നേടിയെടുത്ത ആ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഏത് ദേശത്തുള്ള മലയാളികൾക്ക് കേരളമെന്ന് കേൾക്കുമ്പോൾ ഒരഭിമാനം ഉണ്ടാകുവാൻ തക്കവണ്ണമിടയാകും. മലയാളി എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒത്തിരി വിദേശ മലയാളികളെ കാണുവാൻ തക്കവണ്ണമിടയാകും. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ദേശത്തിന്റെ വളർച്ചയാണ് അതിന് കാരണം. അങ്ങനെ ലോകത്തിന്റെ മുൻപിൽ അങ്ങനെ തല ഉയർത്തിക്കൊണ്ടിരുന്ന കേരളം, എന്നാൽ ചില നാടുകൾ കൊണ്ട് നമ്മൾ ആ ലോകത്തിന്റെ മുൻപിൽ തല കുനിക്കുന്നവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഈ കഴിഞ്ഞ ചില നാളുകളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖം നൽകുന്ന വാർത്തകളല്ല. നമ്മളുടെ ഭവനത്തിൽ മാതാപിതാക്കളോടൊപ്പമോ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പമോ ഒരുമിച്ചിരുന്ന് ഒരു വാർത്ത കേൾക്കുവാൻ കഴിയാത്ത, ഒരു ദൃശ്യമാധ്യമം അതിന്റെ വാർത്ത കാണുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയേ, മക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത പിതാക്കന്മാർ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരിമാരെ തിരിച്ചറിയാൻ കഴിയാത്ത സഹോദരന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെറ്റ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത മാതാക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ, ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നിൽ ഒരു ലഹരിയുടെ അമിതമാകുന്ന ആസക്തിയുണ്ട്. അതിന്റെ ശക്തിയുടെ, അതിന്റെ ബലം ഈ ദേശത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. അത് ആരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നെന്ന് ചോദിച്ചാൽ, അത് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ശ്രേഷ്ഠന്മാരാകുന്ന മനുഷ്യരിലൂടെ വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യന് പറയുവാൻ ഉത്തരമില്ലാതിരിക്കുമ്പോൾ ഈ വൈകിയ വേളയിൽ ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങൾക്കൊരു കാര്യം പറയുവാൻ തക്കവണ്ണമുണ്ട്. പ്രിയരെ, എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല, വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ തന്നെ മനുഷ്യരിങ്ങനെ മൃഗത്തെക്കാൾ അധമന്മാരായി മാറിക്കൊണ്ടിരിക്കുക. വിശുദ്ധ വേദപുസ്തകം ഞങ്ങൾ അതിനോട് പഠിച്ചപ്പോൾ അതിലൊരു വചനം ഇപ്രകാരമുണ്ട്. അതിപ്രകാരം പറയുകയാണ്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ളവൻ, അറിവുള്ളവൻ, വിദ്യാഭ്യാസ സമ്പന്നൻ. അങ്ങനെയുള്ള മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി മാറുകയെ. നോക്കിയേ, നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ, നമ്മൾ കാണുന്ന വാർത്തകളിൽ അതിന്റെ പ്രതിയായി അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും എന്തിനു വേണ്ട ഈ ദേശത്തിലെ അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ സംസ്ഥാനത്തിലെ ഉന്നതിയിൽ നിൽക്കുന്ന പലരും അതിനകത്ത് അകപ്പെട്ടുകൊണ്ടിരിക്കുക. ആ പ്രവൃത്തിയിൽ അവർ അകപ്പെട്ട് അവരുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തലമുറകളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്ക് സ്വസ്ഥതയോടുകൂടെ ഭവനത്തിലിരിക്കുവാൻ കഴിയാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് ബാംഗ്ലൂരിലും മറ്റ് സംസ്ഥാനങ്ങളിലെ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ കടന്നുപോയ നമ്മുടെ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമകളായി മടങ്ങി വരുന്ന കാഴ്ചകൾ സന്തോഷത്തോടെ കടന്നു പോകുന്നവർ മനോരോഗികളായി മാറി മടങ്ങി വന്ന ഭവനത്തിലായിരിക്കുമ്പോൾ അവന് വീണ്ടും വീണ്ടും ലഹരിയുടെ
ഉപയോഗത്തിന് വേണ്ടി പണം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ മാതാപിതാക്കളോട് അതിനുവേണ്ടി ചോദിക്കും. അത് കൊടുക്കുവാൻ മനസ്സില്ലാതെ അല്ലെങ്കിൽ അതിനുള്ള പാങ്ങില്ലാതിരിക്കുന്ന മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന തലമുറകൾ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു പ്രിയരെ? വിശുദ്ധ വേദപുസ്തകം ഈ കാലഘട്ടത്തെ വിളിച്ചു പറയുന്ന ഒരു ഭാഗപ്രകാരമാണ്. ഇത് അന്ത്യകാലമാണ്, ഇത് അവസാന യുഗമാണ്, ഇത് കലിയുഗമാണ്. ഇതിൽ നിന്നും രക്ഷ എങ്ങനെ മനുഷ്യന് ലഭ്യമായി തീരുവാനൊക്കെ വണ്ണമിടയാകും പ്രിയരെ. ഇവിടെ ഇങ്ങനെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മറ്റു ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ സംഗതികൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ ഡീഅഡിക്ഷൻ സെന്ററുകൾക്ക് കഴിയത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്നുള്ള ചോദ്യം ഞങ്ങളുടെ നേരെ ചോദിക്കാം പ്രിയരെ. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ലോകത്തിൽ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ ദേശക്കാരെ വെറുപ്പിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരനായി തീരുവാൻ കഴിയാതെ ഞങ്ങളുടെ അയൽപക്കക്കാരനോട് എതിർത്ത് അവന്റെ സമാധാനത്തെ നശിപ്പിച്ചുകൊണ്ട് പോയൊരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥത്തിലുമൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് അതിനെ ഇഷ്ടപ്പെട്ട് അതിൽ ആസ്വദിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഞങ്ങൾ മനുഷ്യരെ ദുഷിക്കുന്നവരായും മനുഷ്യരെ സ്നേഹിക്കുവാൻ കഴിയാതെ മനുഷ്യരെ വെറുക്കുന്നവരായി മാറി, സ്വസ്നേഹികളായി മാറിയ ഒരു കാലഘട്ടം. അന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ചില നാളുകൾ ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ഞങ്ങളുടെ സ്വൈര ജീവിതം ഞങ്ങൾക്ക് വല്ലാതെ അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയാതെ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയാതെ ഞങ്ങളിങ്ങനെ മുൻപോട്ട് പോയപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ വേണ്ടാത്തവരായി, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു. അങ്ങനെ ദേശത്തും സമൂഹത്തിലുമൊക്കെ ഒറ്റപ്പെട്ടവരായി മരണം മാത്രം ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്നപ്പോൾ ഒരു തുള്ളി വിഷത്തിലും ഒരു തുണ്ട് കയറിലും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹത്തോടെ ആവലോടെ ഇങ്ങനെ കാത്തിരുന്ന നാൾ ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെയുള്ള കവലപ്രസംഗങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണമിടയായി. ഇങ്ങനെയുള്ള കവലപ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഇത് പറയുന്നവരോട് ഞങ്ങൾക്ക് വളരെ വിഷമവും വൈരാഗ്യവും ഒക്കെ തോന്നി. ഒത്താൽ രണ്ടെണ്ണം കൊടുക്കാമെന്നൊക്കെ ഉള്ള ചിന്ത പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നാൽ ഒരു ദിവസം ഇങ്ങനെയുള്ള ഈ പ്രസംഗം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഡീഅഡിക്ഷൻ സെന്ററിന് കഴിയാതെ, ഞങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാതെ, ഞങ്ങൾ വിശ്വസിച്ച ഇസവും പ്രത്യയശാസ്ത്രങ്ങളും ഞങ്ങളെ പരാജയപ്പെടുത്തി ജീവിതത്തിന്റെ പരാജയത്തിന്റെ കയ്പ് നീർക്കിടിച്ച് അതിൽ നിന്ന് മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ സന്തോഷം തേടി അത് ഞങ്ങളുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതത്തിൽ ഇനി ഒരു പ്രത്യാശയില്ല, ഇനി ഒരു വെളിച്ചമില്ല എന്ന് മനസ്സിലാക്കി മരണത്തെ മാത്രം കാത്തുകിടന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയ ഒരു സന്ദേശമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ദേശത്തോട് വിളിച്ചു പറയാ, അത് സ്നേഹത്തിന്റെ സന്ദേശമാകുന്നു. അതത്രേ സുവിശേഷം. സുവിശേഷം എന്ന് പറയുമ്പോൾ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും.